പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട 4 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. ഈ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹു നൽകുന്ന ഗുണം എന്താണെന്നറിയോ? കഅബൻ തവാഫ് ചെയ്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, കഅബയിൽ ഇഅ്തികാഫ് ചെയ്ത പ്രതിഫലം വരെ അല്ലാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. അടുക്കളയിൽ കറിയുന്ന സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും, ഒരിക്കലും തികയാതിരിക്കില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ അത്ഭുതകരമായ സൂറത്ത്, എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് വിശദമായി നമ്മളെ മജ്ലിസിലൂടെ പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്റു ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു പരിഹരിച്ചു നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ, എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഈ സൂറത്തിൽ ആകെ 4 ആയത്തുകൾ മാത്രമുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് 3ഉം 2ഉം പ്രാവശ്യമൊക്കെ ഓതി തീർക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ 106ാമത്തെ സൂറത്താണ്. അതുപോലെ തന്നെ മക്കയിൽ അവതരിച്ച സൂറത്താണ്. എന്താണ് ഈ സൂറത്തിന്റെ പേര്? സൂറത്തുൽ ഖുറൈശ്. സൂറത്തുൽ ഖുറൈശ് കാണാതെ അറിയാത്ത ആരും ഉണ്ടാവൂല. കാരണം എന്താ? ചെറിയ ക്ലാസ് മുതൽ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഖുറൈശ്. ആ സൂറത്തുൽ ഖുറൈശ് എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് നമ്മൾക്കൊന്ന് ഓതി നോക്കാം. ഓതാൻ പറ്റുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഒന്നുകൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഇങ്ങനെയാണ് സൂറത്തുൽ ഖുറൈശ് ഓതേണ്ടത്. ഈ സൂറത്തുൽ ഖുറൈശ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന 1ാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ 1 പ്രാവശ്യമെങ്കിലും മക്കയിലേക്ക് ചെല്ലണം, കഅബ ഒന്ന് തവാഫ് ചെയ്യണമെന്നാണ്. അതിന് കഴിയാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കഅബ തവാഫ് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണമെങ്കിൽ സൂറത്തുൽ ഖുറൈശ് ഓതിയാൽ മതി. അപ്പൊ സൂറത്തുൽ ഖുറൈശ് ഓതിക്കഴിഞ്ഞാൽ 1ാമത് നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം കഅബ തവാഫ് ചെയ്ത പ്രതിഫലമാണ്. പ്രിയമുള്ളവരെ, സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രതിഫലമാണിത്! അതുപോലെ തന്നെ 2ാമത്തെ പ്രതിഫലം എന്താണ്? കഅബ തവാഫ് ചെയ്ത പ്രതിഫലം മാത്രമല്ല, കഅബയിൽ ഇഅ്തികാഫ് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. മാഷാ അല്ലാഹ്. കഅബയിൽ ഇഅ്തികാഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാവർക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ്. ആ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ആയത്തുകളുള്ള സൂറത്തുൽ ഖുറൈശ് ഓതി കഴിഞ്ഞാൽ സാധുക്കളായ നമ്മൾക്ക് നൽകുകയാണ്. അല്ലാഹുവേ, സൂറത്തുൽ ഖുറൈശിന്റെ ബറക്കത്ത് കൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറ ചെയ്യാനുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുപോലെ പുതിയ എന്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും, അഥവാ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ, പുതുതായ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ, പുതുതായി നാം വാഹനം വാങ്ങുകയാണെങ്കിൽ ആ സമയത്ത് സൂറത്തുൽ ഖുറൈശ് ഓതുക. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നാം ധരിക്കുന്ന ഡ്രസ്സിൽ വലിയ ബർക്കത്തുണ്ടാകും, നാം വാങ്ങിയ വാഹനത്തിൽ വലിയ ബർക്കത്തുണ്ടാകും, നാം അധ്വാനിച്ച വീട്ടിൽ
വലിയ ബർക്കത്താണ്. അപ്പോൾ സൂറത്തുൽ ഖുറൈശ് അങ്ങനെ പുതുതായി എന്ത് വാങ്ങുമ്പോഴും, അത് മൊബൈൽ ഫോൺ ആവട്ടെ എന്താവട്ടെ, വീട്ടിലേക്ക് എന്തെങ്കിലും നല്ല പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ സൂറത്തുൽ ഖുറൈശ് ഓതിക്കഴിഞ്ഞാൽ ആ സാധനത്തിൽ ബർക്കത്ത് ഉണ്ടാകും. ആ വാങ്ങിയ വസ്തുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുകയാണ്. അതുപോലെ സ്ത്രീകൾ പ്രത്യേകം ഈ സൂറത്ത് ഓതേണ്ട ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ഭക്ഷണം പാകം ചെയ്യുമ്പോൾ. അധിക സ്ത്രീകളും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർക്ക് പരാതിയായിരിക്കും. അതല്ലെങ്കിൽ ആ വീട്ടിലുള്ള പുരുഷന്മാർക്ക് പരാതിയാക്കാരം, ഇന്ന് ഭക്ഷണം രസമല്ല, ഭക്ഷണം ടേസ്റ്റ് ഇല്ല, ഭക്ഷണത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭർത്താക്കന്മാർ കുറ്റം പറയും. ഈ കുറ്റം പറയുന്ന ഭർത്താക്കന്മാർക്ക് എന്താ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത്? ഈ ഭാര്യമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇങ്ങനെ കുറ്റം പറയും. ഇസ്ലാമിൽ ഭാര്യമാർ മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു മസലില്ല. ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ അങ്ങനെയല്ല. ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറണം. അപ്പം നോമ്പിൻ്റെ കാലമാണ്, ഉമ്മമാരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാകും. പുരുഷന്മാർക്ക് മാത്രമല്ല ക്ഷീണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങ് ഒഴിവുള്ള സമയത്ത് അടുക്കളയിൽ കയറുക, അവരെ സഹായിക്കുക. ഉള്ളി അരിഞ്ഞു കൊടുക്കാം, അതുപോലെ തന്നെ തേങ്ങ ചിരവി കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അരി കഴുകി കൊടുക്കാം, അതുപോലെ തന്നെ ഉള്ളി തൂങ്ങിക്കുമ്പോൾ അത് ഇളക്കി കൊടുക്കാം, നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ഇങ്ങനെ ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുന്ന ഭർത്താവായി നാം എല്ലാവരും മാറണം. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരാക്കി തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അടുക്കളയിൽ പാകം ചെയ്യുന്ന സ്ത്രീകൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ അങ്ങനെയാണ്. നല്ല സ്നേഹമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ അടുക്കളയിൽ കയറുകയും ഭാര്യമാരെ സഹായിക്കുകയൊക്കെ ചെയ്യും. ഈ സഹായിക്കാത്തവർക്ക്, അടുക്കളയിൽ കയറാത്ത പുരുഷന്മാർക്ക് ഭാര്യമാരോട് സ്നേഹമില്ല എന്നതിന് അർത്ഥമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ സമയത്ത് സൂറത്തുൽ ഖുറൈശ് ഓതുക. ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ആ ഭക്ഷണത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. ഒരിക്കലും തികയില്ല എന്നുള്ള ടെൻഷൻ പിന്നെ വേണ്ട. ഇതവർക്ക് പറ്റുമോ, ഇതിനെന്തെങ്കിലും കുറവുണ്ടാകുമോ, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ആ ഭക്ഷണത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇതും വിചാരിച്ചിട്ട് ഞാൻ സൂറത്തുൽ ഖുറൈശ് എഴുതിക്കണോ, ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് തീരെ ശ്രദ്ധിക്കണ്ട എന്ന് വിചാരിക്കണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. മുളക് പൊടി ഇടാണ്ടെങ്കിൽ മുളക് പൊടി ഇടണം, ഉപ്പിടണമെങ്കിൽ ഉപ്പിടണം. അല്ലാതെ ഉപ്പൊന്നും ഇടുന്നില്ല, ഞാൻ സൂറത്തുൽ ഖുറൈശ് ഓതിക്കണോ, ഞാൻ സൂറത്തുൽ ഖുറൈശ് ഓതിയിട്ടുണ്ട് തന്നെയുണ്ട്, മുളക് പൊടി ഒന്നും ഇടുന്നില്ല, ഞാൻ ഉള്ളിയൊന്നും അളക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അടുക്കളയിൽ സൂറത്തുൽ ഖുറൈശ് ഓതിക്കഴിഞ്ഞാൽ ആ അടുക്കളയിൽ വലിയ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ദാരിദ്ര്യമാണല്ലോ മിക്ക ആളുകളുടെയും പ്രശ്നം, ദാരിദ്ര്യമാണ് അല്ലേ? എത്രയോ ആളുകൾ നമ്മളെ 6 മണിക്കത്തെ ആ വിശാലമായ ദിക്ർ ദുആ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദാരിദ്ര്യം പറഞ്ഞിട്ടാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുള്ളത്. കടത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്, സാമ്പത്തികമായ പ്രശ്നം പറഞ്ഞിട്ടാണ് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്, കഴിയുന്ന ആളുകളൊക്കെ രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും, അതിൽ പ്രത്യേകം പങ്കെടുക്കണം. പല ആളുകളും പറയുന്നുണ്ട്, ഉസ്താദെ ഞങ്ങൾ പല മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയൂല എന്ന്. വേണ്ട, ആ സമയത്ത് പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയത്ത് നമ്മളെ മജ്ലിസ് കേൾക്കണം. കാരണം നമ്മളെ മജ്ലിസിൽ രാവിലെ ചെല്ലാൻ പറ്റുന്ന, ഉച്ചക്ക് ചെല്ലാൻ പറ്റുന്ന, അസറിൻ്റെ ശേഷം ചെല്ലാൻ പറ്റുന്ന, രാത്രി ചെല്ലാൻ പറ്റുന്ന ദിക്റുകളും സ്വലാത്തുകളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ സൂറത്തുൽ ഖുറൈശ് ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, കടത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുകയാണ്. മാഷാ അല്ലാഹ്, കടം അത് വല്ലാത്തൊരു വിഷയമാണ്. എത്രയോ ആളുകൾ കടം കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എത്ര ആളുകളാണ് കടം കാരണം നാട് വിടുന്നത്. അല്ലാഹ്, അത്തരം മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരു സിഹിറും നമ്മൾ പേടിക്കണ്ട. സിഹിറിൽ നിന്ന് അള്ളാഹു പ്രത്യേക സംരക്ഷണം നൽകും. അതുപോലെ തന്നെ കണ്ണേറിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. സൂറത്തുൽ ഖുറൈശ് ഓതിയാൽ മതി. മക്കൾക്കൊക്കെ സൂറത്തുൽ ഖുറൈശ് ഓതി മന്ത്രി ചോദി കൊടുക്കുക. ഉമ്മമാരൊക്കെ വീട്ടിൽ എന്നും സൂറത്തുൽ ഖുറൈശ് ഓത്. ആ വീട്ടിൽ കണ്ണേറേൽക്കുകയില്ല, നാക്കേറേൽക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെൻഷൻ, എല്ലാവരെയും പ്രശ്നമാണ്. ടെൻഷനാണ് ഉസ്താദെ, ടെൻഷനാണ്. എന്താ ഇപ്പം ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? ടെൻഷനാണ് ഉസ്താദെ. എന്താ ഇപ്പം നേരത്തെ പള്ളിക്കൊന്ന് ചോദിച്ചാൽ അപ്പോഴും പറയും ടെൻഷനാണ് ഉസ്താദെ. അപ്പോൾ ടെൻഷൻ എല്ലാവരെയും
പലരെയും വലയിൽ കുടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ടെൻഷനിൽ നിന്ന് രക്ഷ വേണോ, സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്യുക. അള്ളാഹു ഓതാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവെ, സൂറത്തുൽ ഖുറൈശിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, എല്ലാ കഷ്ടപ്പാടുകളും അകറ്റണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ മുറാദുകൾ, ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് റബ്ബേ നീ അകറ്റല്ല റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. മുസ്ലിമീങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ഞാൻ പറഞ്ഞതുപോലെ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.